പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ആണ്. നമ്മുടെ രീതിയിലുള്ളൊരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിച്ചാൽ അതാണ് ഇടുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ഉള്ളി, തക്കാളി, അങ്ങനെ ഈ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മെയിൻ താരാണ്, അതും വേണം. ഒരു പിടി അണ്ടിപ്പരിപ്പ് വേണം. അത് നമുക്ക് തിളച്ച വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. ചൂടുള്ള വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. കുറച്ച് നേരം കുതിരട്ടെ. അപ്പം നമുക്ക് ഇത് വേവിക്കാം. വെള്ളം വെച്ചു. ഒരു പാത്രത്തിൽ ഒരു പച്ചവെള്ളം ഒന്നും ഇട്ടിട്ടില്ല. അതിൽ നമ്മുടെ പച്ചമുളക്, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പാടെ ഇട്ട് കൊടുക്കാം. നല്ല വെട്ടി തിളച്ച് വരണം. വെട്ടി തിളച്ച് ഒരു 5 മിനിറ്റോളം നല്ലൊന്നും വെട്ടി തിളക്കട്ടെ. അപ്പോഴേക്കും വേവും. അപ്പോൾ നമുക്ക് ഓഫാക്കി വെക്കണം, ചൂടാറാൻ വേണ്ടിയുണ്ട്. തോലൊക്കെ ഇങ്ങനെ വിടർന്ന് വരും അതിൽ നിന്ന്, തക്കാളിയിൽ നിന്ന്. കണ്ടോ? അപ്പോൾ ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കാം. ചൂടാറണം. ചൂടാറിയ ശേഷം, ഒരു വിധം ചൂടാറിയ ശേഷം മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിനും ഇഞ്ചിനൊക്കെ അതെടുത്ത് ഇടണം. തക്കാളി, ഉള്ളിയൊക്കെ പാടക്കി ഇടുക. എന്നിട്ട് പേസ്റ്റാക്കി കൊണ്ടുവരണം. എല്ലാം ഇട്ട് കൊടുക്കുക. തക്കാളി, ഉള്ളി ഒക്കെ നല്ല വെന്തു സ്മൂത്തായി. ഇനി അതിനെ നല്ല അരയ്ക്കണം. കട്ടയും കഷ്ണം ഇല്ലാണ്ട് അരച്ചു കൊണ്ടുവരിക. നല്ല സിമ്പിളാണ്, ആണ് ടേസ്റ്റിയാണ്. അധികം മസാലകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു കറിയാണ് ഇത് ബട്ടർ ചിക്കൻ. ബട്ടർ വേണം, നിർബന്ധമാണ്. കുറച്ച് നമുക്ക് വെട്ടി വെച്ച് ചൂടായി ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. 1-2 പീസ് ഇട്ട് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പി വെച്ചാൽ കഴുകിയിട്ട് ലേശം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പി വെച്ച ചിക്കനാണ്. അത് നമുക്ക് അരികിട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് നല്ല നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5-8 മിനിറ്റോളം നല്ല വഴറ്റാം. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. കണ്ടോ? അങ്ങനെ നല്ല വഴറ്റിയ ശേഷം പിന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇടണം. ഗരം മസാലയും 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും ഇതൊക്കെ അരച്ച് വയ്ക്കാം. ചൂടാറിയ സാധനങ്ങളതിനൊക്കെ നമ്മൾ അരച്ച് സെറ്റാക്കി വയ്ക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത് 3 പൊടി മാത്രമേ ഇടണുള്ളൂ. വേറെ ഒരു മസാലകളും ഇതിലിടുന്നില്ല. ചോറിനും ടിഫണും ബിരിയാണിക്കും എല്ലാറ്റിനും അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. കണ്ടോ? അപ്പോൾ അരച്ചത് നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് ശേഷമാണ് ഇത് ഒഴിച്ച് കൊടുക്കണുള്ളൂ. ചിക്കൻ നല്ല വഴറ്റി കൊടുത്ത് ഈ പൊടികളിട്ട് പിന്നെ വീണ്ടും വഴറ്റി 10 മിനിറ്റ് ശേഷമാണ് നമ്മുടെ അരപ്പൊഴിക്കുന്നത്. നല്ല തിളച്ച് സെറ്റായി വരണം. അടച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലാണ് നമ്മുടെ ഈ അരച്ച ഇതില്ലേ അണ്ടിപ്പരിപ്പ്, അത് ഒഴിച്ച് കൊടുക്കണം ലാസ്റ്റ്. നല്ല വെന്ത് സെറ്റായി വന്നു. നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ച് കൊടുത്തു. നല്ല ക്രീമിയാണ്. ഒരു ബട്ടർ ചിക്കനാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ക്രീം ഒഴിക്കണം. ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല. അത് മെയിനാണ് ഒഴിക്കണം. ഫ്രഷ് ക്രീം അതൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല തിളച്ച് സെറ്റായി വന്നാൽ നമ്മുടെ കറി റെഡിയായി. ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് കസ്തൂരി മേത്തി കുറച്ചിടണം. ഉലുവേല, കസ്തൂരി മേത്തി പറയില്ലേ, അതിടണം കുറച്ച്, ഒരു പിടി. ഇതന്നെയാണ് ഇടുന്നത്. അത് ഇട്ടാൽ
നമ്മുടെ കറി സെറ്റായി. കസ്തൂരി മേത്തിയാണ് ഒരു പിടി ഇടുന്നുണ്ട്. ഒരു പിടി വെച്ചാൽ ഒരു 2 സ്പൂൺ ഉണ്ടാവും.